ഭാരതത്തിൽ ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. പറയുമ്പോൾ വലിപ്പത്തിൽ ചെറുതാണ്, പക്ഷെ ഏറ്റവും അധികം ആത്മഹത്യ കേരളത്തിലാണ്. ആ ആത്മഹത്യകളിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു സമൂഹത്തിലാണ്. കാരണം പരസ്പരം സഹായിക്കുന്ന സ്വഭാവമില്ല, പരസ്പരം സഹകരിക്കുന്ന സ്വഭാവമില്ല. ഞാൻ നിങ്ങളോട് ഏറ്റവും അധികം പലപ്പോഴായി ഉപയോഗിച്ചിട്ടുള്ള വാചകമാണ് സത്യം എത്ര മൂടപ്പെട്ടാലും അതിൻ്റെ നാം ഒരിക്കൽ പുറന്തള്ളൂ എന്നുള്ളത്. പലപ്പോഴും ഇസ്ലാമിനെയൊക്കെ ശക്തിയുക്തം എതിർക്കുന്ന ആളുകൾ പോലും ഇസ്ലാമിൻ്റെ സവിശേഷതകൾ, ഇസ്ലാമിൻ്റെ ഗുണങ്ങൾ, ഇസ്ലാം സമൂഹത്തിന് ചെയ്യുന്ന നേട്ടങ്ങൾ അവർ തുറന്നു പറയുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ അവരൊക്കെ മഹത്തരമാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന, അവർ പ്രതിനിധീകരിക്കുന്ന ആശയത്തിൻ്റെ നിസ്സഹായത പലപ്പോഴും അവർ പങ്കുവെക്കാറുണ്ട്. ഏതുമായിക്കോട്ടെ, ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഈ ഒരൊറ്റ വിഷയത്തെ മാത്രം നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയേ. അത് പരസ്പര സ്നേഹമില്ല, പരസ്പര സഹകരണമില്ല എന്ന് ആരാ പറയുന്നത്? പലപ്പോഴും ഇസ്ലാമിനെക്കുറിച്ച് ശക്തിയുക്തം വിയോജിപ്പ് പറഞ്ഞിട്ടുള്ള ആളായ ബഹുമാനപ്പെട്ട ചിദാനന്ദപുരി സ്വാമി പോലും അതിൻ്റെ സവിശേഷത നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തെ ശ്ലാഘിക്കണം, അഭിനന്ദിക്കണം. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടിയോ അവരുടെ ആശീർവാദത്തിന് വേണ്ടി പറയുന്നില്ല, യാഥാർത്ഥ്യം, റിയാലിറ്റിയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ ചിദാനന്ദപുരി സ്വാമി പങ്കുവെച്ചത് തന്നെ പരസ്പര സ്നേഹം, പരസ്പര സഹായം എന്നുള്ള വിഷയമുണ്ടല്ലോ, അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഞാൻ ഇന്നലെ മലപ്പുറം ജില്ലയിലെ കുറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഞാൻ പോയി. കുറ്റൂർ എന്ന പ്രദേശത്ത് പോയപ്പോൾ വലിയൊരു ബിൽഡിങ്ങാണ്. ഞാൻ ആദ്യം വിചാരിച്ച് ഏതെങ്കിലും സ്ഥാപനമാണെന്നാണ്. ഗ്രീൻ ഫൗണ്ടേഷൻ എന്നാണ് എൻ്റെ പേര്. എൻ്റെ അകത്തേക്ക് കയറി ചെന്നപ്പോൾ എന്നെ വിസ്മയിപ്പിച്ചു എന്നാണ് പറയാം. കാരണം സ്വന്തം അധ്വാനത്തിൻ്റെ ഒരു ഫലം അത് കൈക്ക് കൈയായി ഓരോരുത്തരും ഒരു വിഹിതം ഇട്ടുകൊണ്ട് വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി. എന്തിനുവേണ്ടെന്നറിയോ? ആ നാട്ടിലുള്ള പാവപ്പെട്ട ജനങ്ങളെ, നിസ്സഹായരായ മനുഷ്യരെ, നിർധനരായ ആളുകളെ അവരെ സഹായിക്കാൻ വേണ്ടി സ്വന്തം പണം മുടക്കി ഒരു സ്ഥാപനം ഉണ്ടാക്കുക. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നവൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഇങ്ങോട്ടെന്തെങ്കിലും കിട്ടുക എന്നുള്ളതാണ്. ഇതങ്ങനല്ല. അവർ കൂലിപ്പണിക്കാരാണെങ്കിലും ഇനി ഗൾഫുകാരാണെങ്കിലും ആരും ആയിക്കോട്ടെ, ഒക്കെ അധ്വാനത്തിൻ്റെ ഫലമാണല്ലോ. അതിൽ നിന്നൊരു വിഹിതം കൊടുക്കുക. 3000-ലധികം പുസ്തകങ്ങൾ, വായിക്കാനുള്ള പുസ്തകങ്ങൾ, വലിയ ലൈബ്രറി, 100 ചില്ലുവാനം വരുന്ന വീൽ ചെയറുകൾ, ഓക്സിജൻ കോൺസെൻട്രേറ്റർ, അതുപോലെ 10 ലിറ്ററിൻ്റെ 5 ലിറ്ററിൻ്റെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ, അതുപോലെ മറ്റുള്ള മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും അത്യാവശ്യമായിട്ട് രോഗിക്ക് എന്തെങ്കിലും ഉപകരണം വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ശരിക്കും വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചികിത്സ കാത്ത് കിടക്കുന്ന മനുഷ്യർക്ക്, ആ രോഗികൾക്ക് കിറ്റുകൾ, പലതരത്തിലുള്ള അവരെ മെഡിസിൻ കിറ്റുകൾ, ഇങ്ങനെ തുടങ്ങി 100 കണക്കിന് പദ്ധതികൾ എന്നെ വിസ്മയിപ്പിച്ചു എന്നാണ് പറയാം. അള്ളാഹു അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പോൾ ഇതാണ് മുസ്ലിം. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല. ആ നാട്ടിലെ ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും ഇതിൻ്റെ ഗുണഭോക്താക്കളാണ്. എല്ലാവരും ഇതിൻ്റെ ഗുണഭോക്താക്കളാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച കാര്യം. അപ്പോൾ മുസൽമാൻ ഈ പരസ്പര സ്നേഹം, ഈ പരസ്പര സഹകരണം എന്നുള്ളത് എവിടെ നിന്നുണ്ടായി? അവിടെയാണ് പോയിട്ട് എവിടെ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്? അതുകൊണ്ടാണ് പറയുന്നത്, ബാല്യകാലം മുതൽ അവരുടെ ഈ മദ്രസ വിദ്യാഭ്യാസം ഈ സമൂഹത്തെ സമുദ്ധരിച്ചാണ്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, തീവ്രവാദമാണ് അവിടെ പഠിപ്പിക്കുന്നത്, ഭീകരവാദമാണ് അവിടെ പഠിപ്പിക്കുന്നത്, പരസ്പരമുള്ള പോരെടുക്കൽ, മറ്റുള്ളവരെ വെറുക്കാനാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടില്ലേ? ഇനി ബാക്കി ചിദാനന്ദപുരി സ്വാമി പറയും. പ്രതിസന്ധിയെ നേരിടാൻ അറിയില്ല, അനുഷ്ഠാനങ്ങൾ ജീവിതത്തിലില്ല, ജീവിതത്തിൽ അനുഷ്ഠാനങ്ങളില്ല. ഇതും ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ജീവിതത്തിൽ അനുഷ്ഠാനങ്ങളില്ല. മുസ്ലിം കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ മദ്രസയിൽ പോകുന്നു, രാവിലെ തന്നെ കുട്ടികളെ മദ്രസയിലേക്ക് പറഞ്ഞു വിടുന്നതൊക്കെ പറഞ്ഞാൽ ആരൊക്കെ എന്തെല്ലാം ആക്ഷേപങ്ങൾ പറഞ്ഞു, കൊച്ചു കുട്ടികളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ്. അപ്പം നിങ്ങൾ ആ പറഞ്ഞു വെക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ജീവിത അനുഷ്ഠാനമില്ല. ഈ അനുഷ്ഠാനത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന, അവരെ ചിന്തിപ്പിക്കുന്ന, അവരെ ഉത്സാഹിപ്പിക്കുന്ന രൂപത്തിലൊരു പഠനം, ഒരു സംവിധാനം മദ്രസ എന്ന പേരിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കർമ്മഫലങ്ങളാണ് ഈ മക്കൾ. ശാസ്ത്രബോധമില്ല, പഴയ തലമുറയുടെ ശാപം പേറി വെച്ചിരിക്കുകയല്ലാണ്ട് അനുഗ്രഹമില്ല. പഴയ തലമുറയുടെ ശാപം അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അതിപ്പോൾ നിങ്ങൾ ചിദാനന്ദപുരി സ്വാമിനെ കാണുമ്പോൾ തന്നെ നേരിട്ട് ചോദിച്ചാൽ മതി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പഴയ തലമുറയുടെ കുറേ ശാപമുണ്ട്. അത് ഇങ്ങനൊന്നും അല്ലത്. അതായത് ഇവിടുത്തെ വരേണ്യവർഗം, ഇവിടുത്തെ അധസ്ഥിതരായ മനുഷ്യരോട് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ പാപഭാരം വല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ചിദാനന്ദപുരി സ്വാമി അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. ഏതായിരുന്നാലും ചിദാനന്ദപുരി സ്വാമിയോട് തന്നെ ചോദിക്കുക. കാരണം അച്ഛനെയും അമ്മേനെയും വളരെ സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കുകയും സേവിക്കുകയും ചെയ്താലല്ലേ അവരുടെ സ്വാഭാവികമായ അനുഗ്രഹം കിട്ടൂ. അതില്ല. ഈ അച്ഛനെയും അമ്മേനെയും അവരെ പരിചരിച്ചാൽ അതിന് ഗുണങ്ങളുണ്ടാകും, നേട്ടങ്ങളുണ്ടാകും, ആയുസ് വർദ്ധിക്കും.
നല്ല മക്കളെ ലഭിക്കും, മക്കൾ തന്നെ നമുക്ക് ഗുണം ചെയ്യുന്ന മക്കളായി മാറുമെന്നൊക്കെ ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ എന്താ വഴി? നമ്മൾ പ്രശ്നങ്ങൾ പറയുന്നില്ല, ചിദാനന്ദപുര സ്വാമി പ്രശ്നങ്ങൾ പറയുന്നുണ്ടല്ലോ, അതിനെന്താണ് വഴി? ഇത് ഉമ്മാൻ്റെ കാലിൻ്റെ ചോട്ടിലാണ് സ്വർഗം എന്ന് ബാല്യകാലം മുതൽ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഈ തീവ്രവാദ ഭീകരത പഠിക്കാൻ പോകുമെന്ന് ആക്ഷേപിക്കപ്പെടുന്ന കുട്ടികളുണ്ടല്ലോ, ആ മക്കൾ ബാല്യകാലം മുതൽ പഠിക്കുന്ന ഇതാണ്, മാതാപിതാക്കളുടെ മഹത്വം എന്താണെന്ന്. താരതമ്യേന മറ്റെല്ലാ സമൂഹങ്ങളെക്കാൾ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവരാണ് മുസ്ലിമീങ്ങളെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ശേഷം കാണാം. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും ഇല്ല അമ്മയില്ല. എന്നാൽ മുസ്ലിം സമൂഹത്തിൽ അങ്ങനെയല്ല. അവിടെ കുറെയെങ്കിലും അമ്മയോട് അച്ഛനോടുള്ള ആ സ്നേഹം, അവരെ നോക്കുന്ന ഒരു സ്വഭാവം, അതുകൊണ്ട് അവരുടെ അനുഗ്രഹം അതുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിലും ഉണ്ട്. ഏറ്റവും വൃത്തികെട്ടത് ഇക്കാര്യത്തിൽ ഹിന്ദുവാണ്. ആത്മകഥ ചെയ്തു, സങ്കടം പറഞ്ഞു അല്ലേ? അവരോട് ആത്മകഥ ചെയ്തു, അവരുടെ സങ്കടം പറഞ്ഞു. ഈ വിഷയത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഹൈന്ദവ സമൂഹമാണെന്ന് പറഞ്ഞു. മഹത്തരമായ ആശയമാണ്, ഏറ്റവും വൈവിധ്യമുള്ള, ഏറ്റവും മഹത്തരമായ സംസ്കാരമാണെന്ന് പറയുന്നവർ തന്നെ ഒരു വേള പറഞ്ഞുപോയി, ഇതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി? മാതാപിതാക്കളെ പോലും സംരക്ഷിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഒരു സമൂഹം പാകപ്പെട്ടു എന്നുള്ളതാണ്. അത് ആ ജനങ്ങളെ കുറ്റം കൊണ്ട് കാര്യമില്ല, അവർക്കിതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആരുണ്ടായി? ആ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയോ? അപരനെ വെറുക്കാനും അപരൻ കഴിക്കുന്ന ഭക്ഷണങ്ങളെ എതിർക്കാനും. എന്തിനേറെ അപരൻ്റെ വിദ്യാഭ്യാസ കലാലയം, ഈ അച്ഛനെ അമ്മയുടെ മഹത്വം പറയുന്ന വിദ്യാഭ്യാസ കലാലയങ്ങൾ തീവ്രവാദമാണെന്ന് പറയാൻ വേണ്ടി, അത് പഠിപ്പിക്കാൻ വേണ്ടി, അതിനുവേണ്ടി ആക്രോശിക്കാൻ വേണ്ടി കാണിച്ച 10-1 ഊർജം നമുക്ക് സ്വന്തം ഒരു സ്ഥാപനം ഇത്തരത്തിൽ പഠിപ്പിക്കാൻ, മഹിതമായ സംസ്കാരം പഠിപ്പിക്കാൻ വേണമെന്ന് തോന്നിയില്ലല്ലോ. അതിനുവേണ്ടി ആരും മുന്നിട്ട് വന്നില്ലല്ലോ. ആത്മകഥം ചെയ്യുന്നവർ ഒരു വേള അതുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. ഏറ്റവും അധികം അച്ഛനമ്മമാരെ വയസ്സായിട്ട് ഒഴിവാക്കുന്നത് ഹിന്ദുക്കളാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവള് മതി, അല്ലെങ്കിൽ അവൻ മതി, അച്ഛനും വേണ്ട അമ്മയും വേണ്ട. ഇനി എന്തെങ്കിലും അനുഷ്ഠാനങ്ങളുണ്ടോ? ഇല്ല. ഒരു മുസ്ലിം ഗൃഹത്തില് ഒരു കൊച്ചുകുട്ടി രാവിലെ ഉണരുന്നത് അച്ഛൻ പള്ളിയിൽ പോണതോ പോയി തിരിച്ചു വരുന്നതോ കണ്ടിട്ടാണ്. അൽഹംദുലില്ലാ. അമ്മ തന്റെ നമസ്കാരം ചെയ്യുന്ന ക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് കുട്ടി കാണുന്നത്. മക്കൾ ഉണർന്നു വരുമ്പോൾ തന്നെ വാപ്പ രാവിലെ പള്ളിയിൽ പോയിട്ട് പ്രക്ഷോഭിതമായ ആ അംഗസ്നാനം ചെയ്ത് ആ മുഖം പരിശുദ്ധമായ ആ വുളൂ ചെയ്ത് ആ മുഖമൊക്കെ അങ്ങനെ പ്രക്ഷോഭിതമായ ആ ഒരു ഈമാനികമായ തേജസ്സോടു കൂടിയാണ് വാപ്പ അകത്തേക്ക് കടന്നു വരുന്നത്. അപ്പോഴാണ് മക്കളെയൊക്കെ മദ്രസയിൽ പോകാൻ വേണ്ടി വിളിക്കുന്നത്. ആ മകൻ അല്ലെങ്കിൽ ആ മകൾ എണീറ്റ് വരുമ്പോൾ ഉമ്മ നിസ്കാരക്കുപ്പായത്തിൽ പ്രാർത്ഥനാ നിർഭരയായി അവൾ ഇരിക്കുന്നത് കാണുന്നത്. ആ മക്കളെ ഉറങ്ങാൻ നേരത്ത് എന്ത് ചെല്ലണം, ഉണരാൻ നേരത്ത് എന്ത് ചെല്ലണം, ഈ ചൊല്ലുന്നതിലൊക്കെ ദൈവമുണ്ട് എന്ന വീണ്ടും വിചാരമാണ്. എൻ്റെ ഉറക്കം, എൻ്റെ ഉണർച്ച, ഇതെല്ലാം എനിക്ക് സമ്മാനിച്ച ഉടയതമ്പുരാനുണ്ട് എന്ന ബോധ്യം. അങ്ങനെ ഒരാൾ ചോദിക്കാനും പറയാനും ഉണ്ട് എന്നുള്ള ബോധ്യം മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവൻ അതിർവരമ്പുകൾ ഭേദിക്കില്ല, അവൻ അതിരറ്റ വർത്തമാനങ്ങൾ പറയൂല. എന്നെ നിരീക്ഷിക്കാൻ ഒരാളുണ്ട്. ഹെഡ് മാസ്റ്റർ ഉള്ള സ്കൂളിൽ അധ്യാപകരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും അവർ നിരീക്ഷണത്തിലായിരിക്കുമല്ലോ, അപ്ഡേഷൻ ഉണ്ടാവുമല്ലോ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു നിരീക്ഷണം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇഷ്ടമായ തമ്പുരാനുണ്ട്. എനിക്ക് ഉറക്കം, മരണമാകുന്ന ഉറക്കത്തിലേക്ക് എന്നെ അയച്ചവൻ, ഉണരുമ്പോൾ ആ മരണമാകുന്ന ഉറക്കത്തിൽ നിന്ന് ഉണർത്തിവൻ പടച്ച തമ്പുരാനാണെന്ന ബോധ്യത്തോടു കൂടിയാണ് കുട്ടികൾ രാവിലെ മന്ത്രം പോലും ജപിക്കുന്നത്. അവൻ കാണുന്നത് തൻ്റെ മാതാപിതാക്കളെ ആരാധന നിർവഹിച്ച് പ്രാർത്ഥന നിർഭരമായി നിൽക്കുന്ന പ്രസന്ന മദനരായ ആളുകളുമായിട്ടാണ് കാണുന്നത്. ബാക്കി പറയട്ടെ. ഇതുപോലെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് രാത്രി നമസ്കാരം കഴിഞ്ഞ് അച്ഛൻ വരുന്നതും, അതുപോലെ അമ്മ ഭക്തിപൂർവ്വം എൻ്റെ ചിദാനന്ദപുര സ്വാമി, നിങ്ങൾ അടുത്തുള്ള ഞാൻ കെട്ടിപ്പിടിച്ചൊരു ചുംബനം തന്നെ എനിക്ക് അത്രയും സ്നേഹം ബഹുമാനം തോന്നിപ്പോയി. കാരണം ഇത് കേരളത്തിലൊരു മതപണ്ഡിതം പറഞ്ഞിരുന്നെങ്കിൽ എന്തെല്ലാം ആക്ഷേപം കേൾക്കേണ്ടി വന്നതിന്. കേരളത്തിലൊരു താത്വികാചാര്യനായി നിങ്ങൾ തന്നെ ഇത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്, വലിയ സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ പറയുന്നത് ഒരു മുസൽമാൻ്റെ വേദിയിൽ കയറി ഇരുന്നു കൊണ്ട് മുസ്ലിമുകളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ റിയാലിറ്റിയാണ് പറയുന്നത്. അവിടെയാണ് ഈ പോയിന്റ്. കാണുന്നത് ക്രിസ്ത്യൻ ഗൃഹങ്ങളിൽ രാവിലെ കുറച്ച് മോശമാണ്, വൈകുന്നേരം എന്തായാലും കുടുംബ പ്രാർത്ഥനയാ കാണുന്നത്. രാത്രി ഹിന്ദു വീട്ടിൽ എന്താ കാണുന്നത്? 90% കള്ളും കുടിച്ച് രാത്രി വന്ന് അടിയും പിടിയും ചവിട്ടും കുത്തും. ഇത് കണ്ടിട്ടാ കുട്ടി കിടക്കണത്. രാവിലെ ഉണരുന്നത് അച്ഛൻ ദേശാഭിമാനി, ജന്മഭൂമി, വീക്ഷണം, അതെ, ഇതൊക്കെ വായിച്ചൊരു പുഹയും വിട്ട് അച്ഛൻ ഇരിക്കണതാണ് കുട്ടി കാണുന്നത്. മദ്യപ്പുഴ, ഊർലിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു.
അപ്പോഴൊക്കെ ഞങ്ങൾ പറഞ്ഞു മദ്യപാനം എന്നുള്ളത് വലിയ പ്രശ്നമാണ്. അത് ഇസ്ലാമികമായ അതിൻ്റെ മാനങ്ങൾ പറയുമ്പോൾ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം, ആസ്വാദനമില്ലാത്ത ജീവിതം, ഇതെല്ലാം ഒഴിവാക്കി കഴിയുമ്പോൾ കിട്ടുന്നൊരു ആസ്വാദനമുണ്ട്. തൻ്റെ ഭാര്യയെ ഭാര്യയായിട്ട് കാണാനും തൻ്റെ മക്കളെ മക്കളായിട്ട് കാണാനും അവരോടൊപ്പമുള്ള ആനന്ദകരമായ ജീവിതം, ആ കുഞ്ഞുങ്ങൾക്ക് സമാധാനം കിട്ടുന്ന, സമാധാനത്തോടുകൂടി പഠിക്കാൻ പറ്റുന്ന, സമാധാനത്തോടുകൂടി ഉറങ്ങാൻ പറ്റുന്ന, അച്ഛൻ കള്ളു കുടിച്ചുകൊണ്ട് വന്ന് അമ്മയെ ഇടിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് കാണേണ്ടി വരാത്ത ഒരു സന്തോഷകരമായ ജീവിതമുണ്ട്. അതൊഴിവാക്കിയാൽ കിട്ടുന്നതാണ് ഈ മദ്യപ്പുഴയും ഹൂർലിയങ്ങളെന്ന് വെച്ചാൽ പലതവണ പറഞ്ഞപ്പോഴും ആക്ഷേപവും പരിഹാസവും നിങ്ങൾ ആ ഒരൊറ്റ വിഷയത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പറഞ്ഞു. അപ്പം അവരവർ തന്നെ ആത്മകഥം ചെയ്യുന്നത് കാണുമ്പോൾ രസമുണ്ട്. ഇത്ര തന്നെ മതി. ആവശ്യത്തിനുള്ളൊക്കെ ചിദാനന്ദപുര സ്വാമി പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഭാഗം കൂടി ഞാൻ കേൾപ്പിക്കുകയാണ്. ഇന്നത്തെ തലമുറ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു സഹോദരൻ പറയുകയാണ്. അത് നമ്മളിങ്ങനെ സാവൂതം കേൾക്കണേ. നമുക്ക് മുസ്ലിങ്ങളെ കുറിച്ച് ഞാൻ കൂടുതൽ എപ്പോഴും പറയുന്നത് കാരണം പല അമ്പലങ്ങളിലും നമ്മൾ ദർശനത്തിന് പോകാറുണ്ട്. അവിടെ എല്ലാം VIP പാസ് ഇഷ്ടംപോലെ കൊടുക്കും. അപ്പൊ ആ VIP പാസ് വാങ്ങിയിട്ടാണ് എല്ലാവരും അമ്പലങ്ങളിൽ ദർശനം നടത്തുന്നത്. ഞാൻ മുസ്ലിങ്ങളെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചതിന്റെ കാരണം മക്ക മദീന എന്ന് പറയുന്ന ആ സ്ഥലത്ത് എവിടെയെങ്കിലും എത്രയോ വമ്പം VIP പോകുന്ന മക്ക മദീന ഒരു VIP പാസ് കൊടുത്തിട്ട് ഒരു വ്യക്തി അത്രയും പ്രശസ്തമായ ആ പള്ളിയിൽ പോകുന്നത് ഏതെങ്കിലും ഒരു മലയാളിക്കോ ലോകത്തിൽ കേൾക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അങ്ങനെയുള്ള പള്ളി അതുപോലെ തന്നെ, അതായത് ദൈവത്തിൻ്റെ അടുക്കൽ എല്ലാവരും തുല്യരാണെന്ന് പറയുമ്പോൾ തന്നെ അതിസമ്പന്നന്മാരായ VIPകൾക്ക് VIP പാസ് കൊടുത്ത് അവർ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ദർശനം അനുവദിക്കുകയാണ്. എന്നാൽ ഞാനൊരു മത്സ്യത്തൊഴിലാളിയുടെ മകനാണ്. കേരളത്തിൽ അത്യാവശ്യം സാമ്പത്തികമായ ഔന്നത്യമുള്ള ആളാണല്ലോ യൂസുഫ് അലി സാഹിബ്. എൻ്റെ പള്ളിയിൽ യൂസുഫ് അലി സാഹിബ് വരുവാണെങ്കിൽ എൻ്റെ പിന്നിൽ അദ്ദേഹം മാമുമായിട്ട് അദ്ദേഹം എന്നെയാണല്ലോ അനുഗമിക്കുന്നത്. എൻ്റെ കാൽപാദങ്ങൾ, ഞാൻ എൻ്റെ സാഷ്ടാംഗം ചെയ്യുമ്പോൾ എൻ്റെ കാൽപാദങ്ങൾ വെക്കുന്നതിൻ്റെ ചോട്ടിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ശിരസ്സുണ്ടാവുക എന്നുള്ളത്. മമ്മൂട്ടിയും ഷാറൂഖ് ഖാനും ഒക്കെ കൈബാലയത്തിൽ ചെന്നാൽ, മക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു പുൽക്കുടിക്ക് കിട്ടുന്ന പരിഗണന എല്ലാ മനുഷ്യർക്കും തുല്യമായ, ചിലപ്പം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് VIP ആയതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ആകെ പരിഗണന സെക്യൂരിറ്റി കിട്ടും. അദ്ദേഹത്തിന് സെക്യൂരിറ്റി, മറ്റുള്ള ആളുകൾ അദ്ദേഹത്തിന് പൊതിയാതിരിക്കാൻ വേണ്ടി, അവിടുത്തെ ക്രമങ്ങൾ തെറ്റാതിരിക്കാൻ വേണ്ടി സെക്യൂരിറ്റി കൊടുക്കുക. അതിനപ്പുറത്തേക്ക് ഒരു പ്രയോറിറ്റിയും കഅബയെ തൊടാനോ ഹജറുൽ അസ്വദ് ചുംബിക്കാനോ അവിടെ നമസ്കാരങ്ങൾക്ക് ഇമാമിനേക്കാൾ മുമ്പ് നിർത്താം ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ആ വാചകം പറഞ്ഞത്. എന്തെല്ലാം വിഷയങ്ങളെ കൊണ്ടുവന്ന് ഇസ്ലാമിനെ നിങ്ങൾ എതിർത്താലും പരിഹസിച്ചാലും ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന, ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സത്യം ജനങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. എല്ലാ കാലത്തും ഇതിനെതിരെ കൂവിയവരും ഇതിനെതിരെ ആക്രോശിച്ച ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം കാലാന്തരത്തിൽ അന്തരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം അതിൻ്റെ തേജസ്സോടുകൂടി, ഇസ്ലാം അതിൻ്റെ ഊർജ്ജസ്വലതയോടുകൂടി, ഇസ്ലാം അതിൻ്റെ ഉണർവോടുകൂടി എല്ലാ കാലത്തും നീതിയുടെ പ്രത്യയശാസ്ത്രമായി നിലനിൽക്കും. അള്ളാഹു അതിൻ്റെ ഭാഗമാകാൻ, ഹിദായത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.